കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റു. ഇപ്പോൾ സുധാകരൻ വീണ്ടും അതൃപ്തിയിലാണ്. ഷോളൊക്കെ അണിയിച്ച് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചെങ്കിലും അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാനിനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാണ്, പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കും. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ KPCC പ്രസിഡന്റ് മാറ്റുമ്പോൾ അതിനോടൊപ്പം പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയില്ല എന്നും പറയുന്നു. സ്വാഭാവികമായിട്ടും അത് VD സതീശൻ ഇട്ടുള്ളൊരു ഇത് കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് അതൃപ്തി സുധാകരൻ പറഞ്ഞിരിക്കുകയാണ്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? കോൺഗ്രസ്സിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ തീരുകയല്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ. കാരണം തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴേക്കും കോൺഗ്രസ്സിൽ കലാപം പല മേഖലകളിൽ നിന്ന് വരും. സുധാകരൻ അത്ര സുഖകരമായിട്ട് ഇറങ്ങിപ്പോയിരിക്കുകയല്ല. സുധാകരൻ മാറ്റപ്പെട്ടതാണ്, സ്വമേധയല്ല, ഇഷ്ടത്തോടെയല്ല ഇറങ്ങിപ്പോയത്, ഇറങ്ങിപ്പോകാൻ നിർബന്ധിതനായതാണ്. അപ്പോൾ അതേസമയത്ത് അതിന് തീരുമാനം വരുന്നതിൻ്റെ തലേ ദിവസം വരെ സുധാകരൻ പറഞ്ഞു രോഗിയാണെന്ന് പറഞ്ഞ് കുപ്രചരണം നടത്തുന്ന തൽപര കക്ഷികൾ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ഉന്നം വെച്ച് അദ്ദേഹം പല കുത്തുവാക്കുകളും പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പുറത്തു വന്ന് അദ്ദേഹം തന്നെ ആശീർവദിച്ച് കൊണ്ടുവന്ന ആളാണ് സണ്ണി ജോസഫ് എന്നൊക്കെ പുതിയ KPCC പ്രസിഡന്റ് എന്നിരിക്കെ ഇപ്പോൾ സണ്ണി ജോസഫിനെയും അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്ന ലെവലിലായിരിക്കും. അപ്പോൾ ഇതേതായാലും സുധാകരനൊരു സ്ഥിരം കലാപകാരിയായതുകൊണ്ട് മാത്രമല്ല, സുധാകരന് അതൃപ്തിയുണ്ട് പാർട്ടി നേതൃത്വത്തോടും പാർട്ടിക്കുള്ളിലെ തീരുമാനങ്ങളോടും നീക്കങ്ങളോടും. സുധാകരൻ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പലരും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ തന്നെ ഒരു 5 പേര് ഇതിനകം പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ആളുകളും പല സമുദായങ്ങളുടെ പിൻബലവും ഒക്കെ സമാഹരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരേ സമുദായത്തിൽ നിന്ന് 3 പേരുണ്ട്. പിന്നെ KPCC പ്രസിഡൻ്റ് ആയിട്ട് ഒരു കത്തോലിക്കനെ കൊണ്ടുവന്നതിൻ്റെ പിന്നിലും ഈ കക്ഷികൾക്കൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട്. അപ്പം സുധാകരൻ അപ്പോൾ വേറൊരു മേഖലയിൽ അദ്ദേഹത്തിൻ്റേതായ ഒരു ജാതി രാഷ്ട്രീയം കളിക്കുകയാണ് അല്ലേ. അത് അങ്ങനെയല്ല. കോൺഗ്രസ്സിന് ഇനിയും പരിഗണന കിട്ടേണ്ട സമുദായങ്ങളും അസംതൃപ്ത സമൂഹങ്ങളും ഉണ്ട്. അവരെയൊക്കെ ഉൾക്കൊള്ളേണ്ട ബാധ്യതയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഈഴവ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ല. അപ്പോൾ ഒരു വലിയ ഫൈറ്റ് കോൺഗ്രസ് നേരിടേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പ് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട്, അതിനും തൊട്ട് മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെയൊക്കെ കോൺഗ്രസ് പരീക്ഷണങ്ങൾ നേരിടണം. പുതിയ KPCC പ്രസിഡന്റിന് ഈ വ്യത്യസ്ത താല്പര്യങ്ങളുള്ള നേതാക്കളെയൊക്കെ സംയോജിപ്പിച്ച് കൊണ്ടുപോവുക എന്ന ശ്രമകരമായൊരു ജോലി നേരിടണം. ഈ ദീപാദാസ് മുൻഷി ഒക്കെ ഒരു പാവ പോലെ കളിക്കുകയാണ്, അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ചില തീരുമാനങ്ങൾ വന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ AICCക്കെതിരെയും ശക്തമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ അവർ വിളിപ്പിച്ചിട്ട് AICC വിളിപ്പിച്ചിട്ട് അതിൽ പങ്കെടുത്തില്ല. അദ്ദേഹം പറയുന്നത് അതിൽ പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അല്ല, കോൺഗ്രസിനകത്ത് സംവിധാനവും തീരുമാനങ്ങൾ എങ്ങനെ എവിടെ നിന്ന് വരുന്നുവെന്നും ഒക്കെ കൃത്യമായി അറിയുന്ന ആളാണ് സുധാകരൻ. പിന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് തൂമ്പേ എന്ന് വിളിക്കാൻ ധൈര്യമുള്ള ഒരാളാണ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ അടുക്കളയാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? വേണുഗോപാലാണ് തീരുമാനം. ഇതൊക്കെ വെറുതെ പറയില്ലേ. AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയാണ്, ഒഫീഷ്യലി ആണ്. പക്ഷേ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പവർ എന്താണ്? സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയും പറഞ്ഞ കസേരയിൽ നിന്ന് എണീറ്റ് നിൽക്കേണ്ട ഒരാളല്ലേ. തീർച്ചയായിട്ടും അയാളെ ഇരുത്തിയ കസേരയിൽ നിന്ന്, AICC പ്രസിഡന്റ് ഇരുന്ന കസേരയിൽ നിന്ന് പാർട്ടിയിൽ അങ്ങനെ കാര്യമായി പദവിയൊന്നുമില്ലാത്ത രാഹുൽ ഗാന്ധി വന്ന് എണീപ്പിച്ചിരുത്തി മാറ്റി ഇറക്കി വിട്ടില്ലേ? അത് നമ്മൾ കണ്ടതല്ലേ, TV കണ്ടതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സംവിധാനമാണ് AICC എന്നും ഹൈക്കമാൻഡ് എന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ അവിടേക്ക് ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് സുധാകരനെ വിളിച്ചാൽ സുധാകരനോട് ചർച്ചയെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് ഒരു മെഗഫോണാണ്. സോണിയാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ മെഗഫോൺ എന്ന നിലയിൽ പയ്യന്നൂർക്കാരൻ KC വേണുഗോപാലാണ് സംസാരിക്കുന്നത്. അപ്പോൾ KC വേണുഗോപാൽ സംസാരിക്കുന്ന ശബ്ദം കേട്ടാൽ സുധാകരന് മനസ്സിലാകും. കാരണം കണ്ണൂരിന് തൊട്ടടുത്താണ്. അപ്പം ആ ഭാഷ അയാൾക്ക് മനസ്സിലാകും, ഇതാരുടെ വാക്കുകളാണെന്ന് അയാൾക്ക് അറിയാം. പിന്നെ അത് കേൾക്കാനെന്തിന്
ടിക്കറ്റും ചിലവാക്കി ഡൽഹി വരെ പോകുന്നത്. അതുപോലെ തന്നെ സുധാകരൻ പറയുന്ന മറ്റൊരു കാര്യം, ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന KPCC ഭാരവാഹികളൊക്കെ നല്ല ഭാരവാഹികളാണ്, എൻ്റെ സമയത്ത് അവരെ കിട്ടിയിരുന്നെങ്കിൽ അത് ഗുണം ചെയ്തേനെ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തന്നെ ആവശ്യപ്പെടാമായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 4 വർഷത്തോളം ഉണ്ടായിരുന്നു, ആ സമയത്ത് അദ്ദേഹത്തിന് തന്നെ ചോദിക്കാമായിരുന്നല്ലോ. ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അത് കോൺഗ്രസ്സിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഔദ്യോഗികമായി അവരോധിക്കപ്പെട്ട വ്യക്തികളല്ല. അതിന് ഒരു സൂപ്പർ പവർ വേറെയുണ്ട്, ഒരു അദൃശ്യ ശക്തിയുണ്ട് കോൺഗ്രസ്സിൽ. അവരുടെ തീരുമാനത്തിന് വിധേയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിയൊക്കെ ഈ സംവിധാനത്തെ വളരെ രസകരമായിട്ടാണ് കൈകാര്യം, തന്മയത്വത്തോടെ. അദ്ദേഹം തീരുമാനിക്കും, അതെ, പക്ഷേ തീരുമാനം പറയത്തില്ല. അതെ. എന്നിട്ടത് ഹൈക്കമാൻഡിനെ കൊണ്ട് പറയിപ്പിക്കും. ഹൈക്കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെയ്യാറ്റിൻകരയിലും പാറശാലയിലും ഒന്നും ബഹളം ഉണ്ടാകത്തില്ല. ഇല്ലെങ്കിൽ നെയ്യാറ്റിൻകര സനൽകുമാർ മുതൽ അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല യുവ നേതൃനിരയുണ്ട്, പക്ഷേ ഒരു നയിക്കാൻ ഒരു നേതാവില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ കാഴ്ചപ്പാട് അതല്ല. കോൺഗ്രസിന് ഒരുപാട് നേതാക്കളുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു മോദിയെ പോലെയോ പിണറായിയെ പോലെയോ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിക്ക് ശേഷം പിന്നെ അങ്ങനെ ഒരു നേതാവ് ഇല്ല എന്നാണ്. അങ്ങനെ ഉണ്ടാകരുതെന്ന് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. ആജ്ഞാനുവർത്തികളായിരിക്കണം കോൺഗ്രസിൻ്റെ ഫോളോവേഴ്സ്. എല്ലാ നേതാക്കളും പറഞ്ഞു കേൾക്കുന്നവരല്ലാത്ത ഒരാളുണ്ടെങ്കിൽ, അതാണിപ്പോൾ ശശി തരൂർ നേരിടുന്ന വിഷമം. സ്വാഭിപ്രായമുള്ളവനും തൻ്റെ ഇടമുള്ളവനും കോൺഗ്രസ്സിൽ എവിടെയാണ് സ്ഥാനം? ഓരോ PCC എടുത്തു നോക്കൂ, ഓരോ സംസ്ഥാനത്തും. പണ്ടൊക്കെ നെഹ്റുവിൻ്റെ കാലത്ത് ഇല്ലെങ്കിൽ പിന്നീട് വന്ന ഓരോ ഘട്ടത്തിലും 1969 ഇന്ദിരാഗാന്ധി ഈ കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്ത് ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടാക്കുന്നത് വരെ കോൺഗ്രസ്സിൽ ആജ്ഞാനുവർത്തികളല്ല ഉണ്ടായിരുന്നത്, നേതാക്കളായിരുന്നു. ഓരോ സംസ്ഥാനത്തെയും PCC പ്രസിഡന്റുമാരെ കേരളം, ഇന്ത്യ മുഴുവൻ അറിയും, അല്ലേ? അങ്ങനെ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെയും ഇന്ത്യ മുഴുവനും അറിയുന്ന ആളുകളായിരുന്നു. ഇന്ന് ഈ എത്ര കോൺഗ്രസ് നേതാക്കളെ നമ്മൾ ഇവിടെ ഇരുന്ന് നമുക്ക് പേരോർത്ത് പറയാൻ പറ്റില്ല. തമിഴ്നാട്ടിലെ PCC പ്രസിഡന്റ് ആരാ? എനിക്കിപ്പോൾ ഒന്ന് റെഫർ ചെയ്യാതെ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ തരത്തിൽ പുറത്തെങ്ങും ആർക്കും ബഹുമാനമില്ലാത്തവരും ആദരവില്ലാത്തവരും അറിയപ്പെടാത്തവരുമായ പാവകളെ അവരോധിക്കുന്ന ഒരു സംവിധാനമായി കോൺഗ്രസ് അധപ്പതിച്ചു. അതിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ എത്ര വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രണയികളുടെ പാർട്ടിയാണെന്ന് അവകാശപ്പെടുകയും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ ഒരു ദശാബ്ദക്കാലത്തിലേറെ എടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പുനഃസംഘടനയൊക്കെ എത്ര നാളിന് ശേഷം ഈ പുനഃസംഘടന എന്ന് പറയുന്നത് നോമിനേഷൻ ആണ്. കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ആളുകൾ വരുന്ന എപ്പോഴും നോമിനേഷൻ. ഈ സുധാകരനും PCC പ്രസിഡന്റായത് നോമിനേഷനിലൂടെ, ആരും കോൺഗ്രസ്സുകാർ തിരഞ്ഞെടുത്തതല്ല. അല്ല, ഈ തിടുക്കപ്പെട്ടുള്ള ഈ പ്രസിഡന്റ് മാറ്റം ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഇതിൽ ഈ KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയൊക്കെ പങ്ക് വളരെ പ്രധാനപ്പെട്ട. കാരണം ഇനിയുള്ളൊരു വർഷം നിർണായകമാണ്. ഭരണവിരുദ്ധ വികാരം നന്നായി അലയടിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മുഖ്യമന്ത്രി എന്നൊരു ഇതുണ്ടാവും. അപ്പോൾ സുധാകരനെ സംബന്ധിച്ച് അതൊരു സുധാകരൻ വരുന്നതൊരു വെല്ലുവിളിയാവും. അതുകൊണ്ടാണ് മുരളീധരൻ പറഞ്ഞ പോലെ മിനിമം ഒരു പടം കണ്ടാലെങ്കിലും തിരിച്ചറിയാവുന്ന ഒരാളെ KPCC പ്രസിഡന്റ് ആക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. MLA ആക്കരുത്, MBA ആക്കരുത്, അവർക്ക് മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നതുപോലെ ഇത്തരത്തിൽ ദുർബലനാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഒരു 6 മാസം എങ്കിലും ആയാലേ നമുക്ക് ഓരോരുത്തരെയും നമുക്ക് വിലയിരുത്താൻ പറ്റും. എന്നിരുന്നാൽ പോലും പക്ഷേ അങ്ങനെയാണെങ്കിലും ഇത്തരത്തിലൊരു പെട്ടെന്നുള്ള ഈ മാറ്റം കോൺഗ്രസ്സിന് ഗുണകരമാകുമോ? തീർച്ചയായിട്ടും അല്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ചയിൽ അത് പറയുക കൂടി ചെയ്തു. വെളുക്കാന്തേസ് പണ്ടായതുപോലെ ആയിട്ടുണ്ട്. ഈ സാമുദായിക സന്തുലിതാവസ്ഥ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഒരു ക്രിസ്ത്യൻ നേതാവിനെ കൊണ്ടുവന്ന് PCC പ്രസിഡന്റാക്കി. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യൻ നേതാവ് വരണ്ട എന്ന് ഭംഗ്യന്തരേണ പറയുക കൂടി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സുധാകരൻ തനിക്ക് കളിക്കാൻ കോർട്ടിലൊരിടമുണ്ട് എന്ന് കണ്ടെത്തി. അതാണ് നിയമസഭ മത്സരിക്കാൻ തയ്യാറാകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം മത്സരിക്കുകയാണ്, ചിലപ്പോൾ ജയിച്ചു വന്നാൽ പിന്നെയും തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിലായിരിക്കും അടുത്ത അടി നടക്കുക. അപ്പോൾ അതിനുള്ള സാധ്യത തള്ളിക്കടന്നുകൂടാ. കോൺഗ്രസ്സിൽ മഴ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി കൊടുങ്കാറ്റും പേമാരിയും വരാനിരിക്കും. മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അധികാര വഴക്കുമാണല്ലോ കോൺഗ്രസിൻ്റെ ശ്വാസം. അത് ഉണ്ടാകാതെ ഇരുന്നാൽ കോൺഗ്രസ് ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.